നമുക്കൊരു മാജിക് ചെയ്തുകൊണ്ടങ്ങ് പോയാലോ? ഞങ്ങളും സാൻഡോസിൻ്റെ സംഘാടകരും കൂടി ഒരുമിച്ചുള്ള മാജിക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഗ്ലാസ് പിടിച്ച സാറ്, ഈ മാല ഒന്നിങ്ങനെ പിടിച്ചേ, അങ്ങനെ പിടിക്കണേ. ഓക്കെ റൈറ്റ്. ഇനി ഒരു കത്രിക, നമ്മുടെ പേര് പറഞ്ഞ എന്നോട് റാഫി ബായി ഏൽപ്പിച്ചു. പക്ഷേ ഇങ്ങനത്തെ ഒരു മാല നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇതൊരു ബോറം മാലയാണേ. ക്ഷമിക്കണം, ഇത് രാവിലെ നിങ്ങൾ വിളിക്കുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓർമ്മ വന്നു, അയ്യോ മാല കൊണ്ടൊരു മാജിക് ഉണ്ടല്ലോ, മുഴുവൻ കോർക്കാനുള്ള സമയം കിട്ടിയില്ല, വീടിൻ്റെ പണിത്തിരക്ക്, മഴ, പകുതിയെ ഞാൻ ഈ മാല കോർത്തിട്ടുള്ളൂ. പ്രശ്നമുണ്ടോ? ബോറുണ്ടോ? ചെറിയൊരു ബോറുണ്ട് അല്ലേ? ചെറിയൊരു ബോറുണ്ട്. പക്ഷെ ഞാനിത് തമാശ പറഞ്ഞ, ഞാൻ പറഞ്ഞെല്ലാം വിശ്വസിക്കേണ്ട കേട്ടോ. ഞാനിത് ബോധപൂർവം കോർത്താണ് ഈ മാല കേട്ടോ. മാല കാണുമ്പോൾ നമ്മൾ കാണുന്ന എന്തുമാത്രം സാധാരണ അക്ബർ ഭായ്, മാല കാണുമ്പോൾ നമ്മൾ എന്തുമാത്രമേ കാണൂ? പറയ്. മുത്ത് മാത്രം. മാലയുടെ സൗന്ദര്യം മുത്ത, പക്ഷെ മാലയുടെ ശക്തി എന്ന് പറയുന്ന മുത്തല്ല. എന്താ? ഈ കയറല്ലേ, ഈ നൂലല്ലേ, ഈ ചരടാണ് മാലയുടെ ശക്തി. നോക്കൂ, ഈ മാല കാണുമ്പം ഈ മുത്താണ് മാല നമ്മൾ വിശ്വസിക്കും. പക്ഷെ ബോധപൂർവം മാലയുടെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കയറിങ്ങനെ പകുതി കാണിച്ചത് കേട്ടോ. ഈ പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മരം കാണുമ്പോൾ പൂക്കൾ കാണും, ഇലകൾ കാണും, മരം മുഴുവൻ കാണും. പക്ഷേ ആ മരത്തിന് പൂവും നിറവും കൊടുക്കുന്നത് നമ്മൾ ആരും കാണാത്ത മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന വേരുകളാണ്. അത് കാണാൻ പറ്റണം. അത് നമ്മുടെ സംസ്കാരം, അത് നമ്മുടെ പാരമ്പര്യമാണ് അല്ലേ? അത് ഞാനടക്കമുള്ള പുതിയ ആളുകൾക്കുള്ള കുഴപ്പമാണ്. പോട്ടെ, ഇങ്ങനെ പിടിച്ചോളൂ. പക്ഷെ ഈ മാലയ്ക്കൊരു പ്രത്യേകതയുണ്ട്, വിട്ടോളൂ. ഇതിൽ ഞാനുണ്ട്, റഫി ബായ് ഉണ്ട്, ഇതാ എല്ലാവരും ഉണ്ട്, അക്ബർ ബായ്, എല്ലാവരും ഇതിലുണ്ട്. ഒറ്റ ചരട് കുറഞ്ഞ നിങ്ങളെല്ലാവരും ഉണ്ട്. സാൻഡോസ്. ഇത് പൊട്ടിപ്പോയാൽ പോയി, ഐക്യം ഉണ്ടാവുമോ? ഈ സ്നേഹത്തിന്റെ ചരട് പൊട്ടിപ്പോയാലും നിങ്ങൾ ആരും ഉണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തൂല. ഇതിൽ ഹിന്ദു ഉണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്. ഓരോ മുത്ത് ഓരോ മത. അത് ഒറ്റ ചരട് കോർത്തതാ. ഇത് പൊട്ടിപ്പോയാൽ ശ്രീജിത്ത് ഹിന്ദുവാവും. അതിനപ്പുറത്ത് 1000 തവണ നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും സത്യം, വെറുതെ പറയല്ല, മനുഷ്യനാണെന്ന് പറയാം. അതിനുശേഷം ഹിന്ദു ആവും. പക്ഷെ ഇത് പൊട്ടിപ്പോവരുത്. പൊട്ടിപ്പോയാൽ പോയി. ഇതിൽ CPM കാരനുണ്ട്, BJP ഉണ്ട്, കോൺഗ്രസിന് എല്ലാവരും ഉണ്ട്. ഒറ്റ ചരട. നമ്മൾ മനുഷ്യർ വേണ്ട. ഇതിൽ ഗാസയുണ്ട്, ഇസ്രായേലുണ്ട്, പാലസ്തീനുണ്ട്, റഷ്യയുണ്ട്, ഉക്രൈനുണ്ട്, അമേരിക്ക ഉണ്ട്, ഇന്ത്യ ഉണ്ട്, ചൈന ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഒറ്റ ചരട, മനുഷ്യൻ എന്ന ചരട്. അത് പൊട്ടിപ്പോയത് കൊണ്ടാണ് ഇസ്രായേലും പാലസ്തീനും യുദ്ധം ഉണ്ടാവുന്നത്. ഈ സ്നേഹത്തിന്റെ ചരട് പൊട്ടിപ്പോയി, ഉക്രൈനിൽ പൊട്ടിപ്പോയി. നോക്കൂ, ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ പിടിക്കണേ. അപ്പോൾ ഞാനൊരു പ്രതീകാത്മകമായിട്ട് നമ്മുടെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ പലരും ശ്രമിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ? നമ്മൾ തെറ്റിക്കണം. നമ്മുടെ സ്നേഹത്തെ തകർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതീകമായിട്ട് നിങ്ങളൊരു നെഗറ്റീവ് കാര്യം ഞാൻ ഏൽപ്പിക്കുക. ഈ കത്രി കൊണ്ട് ഇതൊന്ന് മുറിക്കണം. ഇത് ഇവിടെ മുറുകെ പിടിക്കണേ, മുത്ത് തെറിച്ചു പോകുന്നത് സാർ. ഈ സ്നേഹത്തിൻ്റെ ചരടൊന്ന് പൊട്ടിച്ച് മുറിച്ച് തുറന്നാളി, കത്രികൊന്ന് തുറന്നാളി. പറ്റുന്നില്ല, 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 പറയൂ. പറ്റുന്നില്ല. ഒരു പ്രശ്നമല്ലല്ലോ സാർ, ഇത് അങ്ങനെ പറ്റുന്നില്ല എന്ന് പറയാൻ എങ്ങനെയാണ്? ഒരു കാര്യം ചെയ്തേ, താങ്കളൊന്ന് പിടിച്ചേ. ഇനിയിപ്പോൾ അങ്ങനെ പിടിച്ചേ, ഒന്ന് തുറന്നേ, ഒരു കൈ കൊണ്ട് തുറന്നേ. അതൊന്ന് ഈ സ്നേഹത്തിന്റെ ചരട് മുറിച്ച്. ഇല്ല, കഴിയുന്നില്ല, കഴിയുന്നില്ല, തുറക്കാൻ കഴിയുന്നില്ല. നല്ല താങ്കൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ? ഒരു കാര്യം, ഞാൻ ഇനി അടയ്ക്കുന്നില്ല. പിടിച്ചോ, തുറന്നേ. ഒന്ന് പിടിച്ചേ, ഇതൊന്ന് മുറിച്ചേ സാർ. എന്താ കളിക്കുന്നത്? തുറക്കുന്നുണ്ട്, പക്ഷെ മുറിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയല്ലല്ലോ. ഒരു കാര്യം, നിങ്ങളൊന്ന് പിടിച്ചേ, അക്ബർജി ഒന്ന് പിടിച്ചേ. ശരിക്കും ഇങ്ങനെ പിടിച്ചോ, കൈയിട്ടെ, ഒന്ന് മുറിച്ചേ. ആളുകൾ കാണട്ടെ താങ്കളെ. എന്താ പ്രശ്നം പറയൂ? ഇല്ല, ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. പോയിന്ന്. ഈ കത്രിക്ക് യാതൊരു കുഴപ്പമില്ല. പ്രശ്നം എന്താണെന്നറിയാവോ? ഈ കത്രിക കൊണ്ട് ഇത് മുറിക്കരുതെന്നാ കത്രിക പറയുന്നത്. മനസ്സിലായോ? ഈ സ്നേഹത്തിന്റെ ചരട് പൊട്ടരുതെന്നാണ് ഈ കത്രിക നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? മുറിക്കാൻ പറ്റാത്തത്. മനസ്സിലായോ? ഹിന്ദുവും മുസൽമാനും അപ്പുറത്ത്, മനുഷ്യനാണ് വലുത്. പക്ഷെ ആ കാര്യം ഞാനങ്ങ് ചെയ്യും, നിങ്ങളാരും ചെയ്യരുത് കേട്ടോ. തൽക്കാലം നെഗറ്റീവ് കാര്യം ഞാനങ്ങ് ചെയ്യാണ്. ഇവിടെ മുറുകെ പിടിക്കണേ. അങ്ങനെ പിടിക്കേണ്ട സാർ, ഇവിടെ അമർത്തി പിടിച്ചാൽ മതി. ഓക്കെ. ഈ സ്നേഹത്തിൻ്റെ ചരടിനെ ഞാൻ മുറിച്ച് കളയാം, മുത്ത് തെറിച്ചു പോകരുത്. അങ്ങനെ പിടിക്കേണ്ട സാർ. ഇത് കൊണ്ട് അമർത്തി പിടിച്ചാൽ മതി. ഓക്കെ, ഒരു ചരടല്ലേ? ഓക്കെ, വിടരുതേ. പിടിച്ചോളൂ സാർ.
കണ്ടോ? ഈ മാലയ്ക്ക് ഇപ്പൊ ശക്തിയുണ്ടോ? മുത്ത് അവിടെ തന്നെയല്ലേ? ഈ മാല ഒന്ന് കൈവിട്ടാൽ മുത്ത് തെറിച്ചു പോകും. സ്നേഹത്തിന്റെ ചരടാണ് സാർ പൊട്ടിപ്പോയത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാർസിയും ബുദ്ധനും ഒരുമിച്ച് നിൽക്കേണ്ട ചരടാ. ഇത് തെറിച്ചു പോയാൽ നമ്മുടെ ഐക്യം തകരും. ഒരു ഗ്ലാസും കൊണ്ട് നീട്ടിക്കുക സാർ. എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കേ. എന്തെങ്കിലും ഉണ്ടോ സാർ? ഈ ഗ്ലാസ് കൊണ്ട് പിടിച്ചേ, ഗ്ലാസ് കൊണ്ട് പിടിച്ചേ. യെസ്, ഈ ഗ്ലാസ്സിലേക്ക് വളരെ ശ്രദ്ധയോടുകൂടി കണ്ടോ, ഭാഗ്യം, ചരട് മാത്രം ബാക്കിയുണ്ട്. ഈ സ്നേഹത്തിന്റെ ചരടാണ് പൊട്ടിപ്പോയത്. അതുകൊണ്ട് ആ കത്രിക ഇനി ഉപയോഗിക്കേണ്ട കേട്ടോ. ഞാൻ വേറൊരു കത്രിക എടുക്കാം. ഈ അവശേഷിക്കുന്ന സ്നേഹത്തിന്റെ ചരടിനെ ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് വളരെ ഭദ്രമായിട്ട് കണ്ടോ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യെസ് ഇങ്ങനെ മുറിച്ചിട്ടു. ഇനിയാണ് മാജിക്. സാന്റോസ് നടത്തുന്ന ഈ പരിപാടി പോലും ഒരർത്ഥത്തിൽ സ്നേഹത്തിന്റെ വിളംബര, ഐക്യത്തിന്റെ വിളംബരമാണ്. വെറും അവാർഡ് കൊടുക്കൽ മാത്രമല്ല. ദാ ഞങ്ങളുമുണ്ട് നിങ്ങളോടൊപ്പം. ഈ നാട്ടിൽ വേദനിക്കുന്നവന്റെ കൂടെ ഞങ്ങളുണ്ട്, ഹിന്ദുവും മുസൽമാനും ആവാതെ. ദാ എല്ലാവരും കൈകൊണ്ട് ആക്ഷൻ കൊടുത്തേ. എല്ലാവരും കൈകൊണ്ട് ആക്ഷൻ വരും സർ. ഒന്ന് കൈയടിച്ചേ. എന്താണ് കൈയടിക്കാത്തത്? റെഡി, 1 and 2 and 3. വെരി ഗുഡ്, വെരി ഗുഡ്. നോക്കിക്കോളൂ, നമ്മൾ ഒന്നാണ് എന്നുള്ളതാണ് ഈ മാജിക്കിന്റെ സന്ദേശം. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, ഏത് CPM കാരനായാലും, BJP ആയാലും, ഏത് കോൺഗ്രസ് പാർട്ടി ആയാലും, നമ്മളെല്ലാവരും കണ്ടോ ഇങ്ങനെ എല്ലാവരും ഇതാ നോക്കിക്കേ സർ. ഒന്ന് പിടിച്ചോളൂ, ഈ മാല പിടിച്ചേ, ഈ മാല പിടിച്ചേ. ഇങ്ങനെ ആരൈക്യം തകർക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും മാലകളായി മാറി സ്നേഹത്തിന്റെ ചരട് മുറിയാതെ സൂക്ഷിക്കേണ്ടത് A+കാരുടെ ദൗത്യ. നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് മാർക്ക് കിട്ടൽ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതസഹിഷ്ണുതയും മതേതരത്വവും ജനാധിപത്യ ബോധവും ഉണ്ടാവട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഒരു 3 കുട്ടികളൊന്ന് വേഗം ഓടി വരാമോ? വേഗം ഓടി വാ, ഓടി വാ. 3 കുട്ടികളൊന്ന് വേഗം ഓടി വാ, ഓടി വാ സ്റ്റേജിലേക്ക്. ഒന്ന് ഹൈറ്റ് കണക്കാക്കി നിന്നേ, ഹൈറ്റ് കണക്കാക്കി നിന്നേ. യെസ്, കണ്ടോ? ആഹാ, നല്ല കയ്യടി കൊടുത്തേ. എന്താണിത്? ഇതിങ്ങനെ വലത് കൈ കൊണ്ട് ഉയർത്തിപ്പിടിച്ച മോനെ. വലത് കൈ കൊണ്ട് അങ്ങനെ പിടിച്ചാൽ മതി, അങ്ങനെ പിടിച്ചാൽ ഒറ്റ കൈ കൊണ്ട് പിടിച്ചാൽ മതി. ഇതൊന്ന് ഉയർത്തിപ്പിടിച്ച മോനെ. ആഹാ, കുഞ്ഞൻ കയറ് കേട്ടോ. അങ്ങനെ പിടിക്കണേ, ഇങ്ങനെ പിടിക്കണം കേട്ടോ. ഓക്കെ, വലിയ ആള്, ചെറിയ ആള്, ചെറിയ ആള്. ഇതാ A+കാരൻ. എല്ലാ വിഷയത്തിനും A+ കിട്ടിയ ആളാ വലിയ ആള്. ഉണ്ടോ? 9. SSLCക്ക് A+, ഫുൾ A+. ഇയാൾക്ക് 9 A+ ഉള്ളൂ. ഒരു വിഷയത്തിന് A+ ആയിപ്പോയി. പാവം കണ്ടോ, ചെറുതായിപ്പോയി. ഇതാ പാവം, ക്ലാസ്സിൽ തോറ്റുപോയ കുട്ടി. ഇയാൾക്ക് തോറ്റിക്കില്ല കേട്ടോ, 2 വിഷയത്തിന് A+ ഉള്ളൂ. സങ്കടം, പാവം ഉണ്ടാവും അല്ലേ? അങ്ങനെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ വേർതിരിക്കുന്നതിന്റെ പ്രതീകമാണ് വലിയ ആള്. ഇനി മാർക്ക് വിട്ടേര്. ഇത് MA യൂസഫ് അലിയ, ഭയങ്കര പൈസക്കാരൻ, ലുലു മാളിന്റെ മുതലാളി. ഇത് വലിയ അദാനി, ഉണ്ടോ, വലിയ മുതലാളി, ഭയങ്കര കോടീശ്വരൻ. ഇയാൾക്ക് 2 BMW കാറേ ഉള്ളൂ. ഇയാൾക്ക് പാവം. ഇതാരാന്നറിയാമോ? ഒരു ഗതിയുമില്ലാത്ത, വീടില്ലാത്ത, സ്വത്തില്ലാത്ത, മേൽവിലാസമില്ലാത്ത പാവം. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, A+ കിട്ടിയാൽ ഇല്ലെങ്കിലും, എത്ര മാർക്ക് കിട്ടിയാൽ ഇല്ലെങ്കിലും നമ്മളൊക്കെ ഒന്നാണ്. ഇതാ ഇവരെ കണ്ടോ നിങ്ങൾ? ഇവരൊക്കെ നമ്മളെ കുഞ്ഞു മക്കളാ. ഒരു വ്യത്യാസമല്ല. മാർക്ക് കിട്ടലും കുറവൊക്കെ അത് പഠനത്തിൻ്റെ കാര്യം, ഓർമ്മ ശക്തിയുടെ കാര്യമാണ്. പക്ഷെ മക്കളെല്ലാവരും നമുക്ക്, മാഷുമാർക്ക്, കുട്ടികൾക്ക്, ടീച്ചേഴ്സിന്, ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഒന്നാ. നോക്കൂ, ഞാൻ ഈ വലിയ ആളെ കൊണ്ട് പിടിച്ചു, A+കാരൻ കൊണ്ട് പിടിച്ചു. A+ കിട്ടാത്ത ആളെ ഇങ്ങോട്ട് പിടിച്ചു. നോക്കണേ, ഏറ്റവും ഇങ്ങോട്ട് പിടിച്ചു, ഏറ്റവും വലിയ ആളെ ഇങ്ങോട്ട് പിടിച്ചു, ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിച്ചു. 1 2 and 3. നമ്മളെല്ലാവരും ഒന്നാടോ. മാർക്കൊക്കെ പോട്ടെന്നേ, അതിനപ്പുറത്ത് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും A+ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ 1 കണ്ടോ, ആൻഡ് നമ്പർ 2 ആൻഡ് നമ്പർ 3. ഒന്നിങ്ങനെ ഉയർത്തിപ്പിടിച്ചടാ, ഒന്നിങ്ങനെ ഉയർത്തിപ്പിടിച്ചേ, ഒന്നിങ്ങനെ ഇതാ പിടിച്ചേ. ഇപ്പം വലിപ്പമുണ്ടോ? എല്ലാവരും ഒരേപോലെയല്ലേ? ഇതാ പിടിച്ചേ. കണ്ടോ, A+കാരനും ഇല്ലാത്തവനൊക്കെ കുട്ടികളാണ്. നോക്കണ്ടോ, എല്ലാവരും തുല്യരായി. പക്ഷേ അങ്ങനെ ഒന്നായി തീർന്നവർ ഇതാ ഞങ്ങൾ കൂട്ടിക്കെട്ടാൻ പോവുകയാണേ. നമ്മൾ ഒന്നായി തീർന്നവരാണ്. കണ്ടോ, പിടിച്ചേ, ഇങ്ങനെ പിടിക്കണേ. റൈറ്റ്, കൂട്ടിക്കെട്ടാൻ പോവുകയാണ്. യെസ്, കണ്ടോ, പിടിച്ചേ. വെരി ഗുഡ്. ഇനി ഇങ്ങനെ പിടിച്ചു. കണ്ടോ,
മൂന്നാൾ ഒന്നായി. നമ്പർ 1 ആൻഡ് നമ്പർ 2 ആൻഡ് നമ്പർ 3. നമ്മൾ ഒന്നായി തീർന്നവർ ഒന്ന് കൈകോർത്ത് പിടിച്ചേ, ഒന്ന് കൈകോർത്ത് പിടിച്ചേ, ഒന്ന് ഇവൻ്റെ കൈ പിടിച്ചേ, ഇവൻ്റെ കൈ പിടിച്ചേ, അവൻ്റെ കൈ പിടിച്ചേ, ഒന്നിങ്ങനെ ഉയർത്തി പിടിച്ചേ, ഈ കൈ താട്ടിക്ക്. ആഹാ, റെഡി, 1 2 ആൻഡ് 3. കണ്ടോ? അങ്ങനെ പിടിക്കണം, ഫോട്ടോ അല്ലേ കിട്ടുക. കണ്ടോ? ഇങ്ങനെ കൈകോർത്ത് പിടിക്കുമ്പോൾ നേരത്തെ വലിയ ആളായിരുന്നു, ചെറിയ ആളായിരുന്നു, കുഞ്ഞനായിരുന്നു. ഇപ്പം എല്ലാവരും ഒന്നാണ്, ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു മോനെ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. അപ്പോൾ എല്ലാവരും കണ്ണടയ്ക്കാതെ നോക്കുക. ഇറ്റ്സ് എ വെരി സിമ്പിൾ മാജിക് ആൻഡ് എ യൂസ്ഫുൾ മാജിക്.
ഇങ്ങനെയാണ് യൂസ്ഫുൾ മാജിക്. ഇത് എന്നോട് അക്ബർ ഭായ് സംഘാടകർ പ്രത്യേകിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഐ പെർഫോംഡ് ദിസ് മാജിക്. പക്ഷേ ഈ മാജിക്കുള്ള പ്രത്യേകം എന്താ പറയാമോ, പൈസ ഇങ്ങനെ ഞങ്ങൾ എടുക്കുമല്ലോ. ഞങ്ങളുടെ വലിയ ഷോ കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യുമ്പോൾ ചില ആളുകൾ ഞങ്ങൾ പരിചയപ്പെടാൻ വരും. ശ്രീജിത്ത് സാർ നിങ്ങളുടെ ഷോ നന്നായിരുന്നു, ഗ്രേറ്റ്, താങ്ക് യു വെരി മച്ച്. ചില ആളുകൾ കാർഡൊക്കെ മേടിക്കും, ചില ആളുകൾ കൈ തന്നിട്ട് വിടൂല. ശ്രീജിത്ത് സാർ നിങ്ങളുടെ മാജിക്കൊക്കെ സൂപ്പറായിരുന്നു, നിങ്ങൾ കാണിച്ചൊരു മാജിക് ഇല്ലേ, പൈസ ഇങ്ങനെ പറിച്ചെടുക്കുന്നേ, ഒന്ന് പഠിപ്പിച്ചു തരാമോ? ഈ വിയർപ്പിൻ്റെ അസുഖമുള്ള ആൾക്കാരുണ്ട്, ഈ പണിക്ക് പോയാൽ എലർജിയുള്ള ആളുകളെ വിചാരം എന്താ പറയുമോ, ഈ മാജിക്ക് പഠിച്ചാൽ 1 കിലോ ബീഫ് ഞായറാഴ്ച 500 രൂപ ബെഡ്റൂമിൽ നിന്ന്, പണിക്ക് പോകണ്ടല്ലോ. 100 രൂപ 2 കിലോ പഞ്ചസാര. ഇപ്പം ഞാൻ പറയും, പ്രിയപ്പെട്ട സുഹൃത്തെ, കയ്യിൽ ഒളിപ്പിച്ച് വെച്ചതിനെ നിങ്ങൾ കാണാതെ 1000 തവണ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ഈ മാജിക് ചെയ്യുന്നത്. ഉള്ളതിനെ മാത്രമേ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. മാജിക് ഈസ് എൻ ആർട്ട് ആൻഡ് മാജിക് ഈസ് എ സയൻസ്. ഐ നീഡ് എ ക്യൂട്ട് എവരിബഡി ഈസ് ക്യൂട്ട്. സമയമില്ല, നമുക്കൊരു പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വേണം, മുതിർന്ന പെൺകുട്ടി.
മാജിക് ഇഷ്ടമായോ? കൈയടിക്കാൻ കുറച്ച് പിശുക്കുന്നവരുണ്ട് കേട്ടോ. ഈ പിശുക്ക് കാണിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് പിശുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപ ചോദിച്ച് കൊടുക്കാൻ പറ്റാത്തതല്ല പിശുക്ക്. ഉച്ചയ്ക്ക് ഭക്ഷണം ചോറ് കഴിക്കാൻ ചോദിച്ച് കൊടുക്കാൻ പറ്റാത്തതല്ല പിശുക്ക്. ഒരാൾ നല്ലത് ചെയ്യുമ്പോൾ അത് പാട്ടാവട്ടെ, മാജിക് ആവട്ടെ, നൃത്തമാവട്ടെ, എന്താവട്ടെ, അത് കാണുമ്പോൾ കൈയടിക്കാൻ പറ്റാത്ത ആൾക്കാർ ശവപ്പറമ്പിൽ ഇരിക്കുന്നതിന് തുല്യമാണ്. മറ്റുള്ളവനെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കലാണ് ഏറ്റവും വലിയ ധനികൻ കേട്ടോ. സഹൃദയത്വമാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. ഓക്കെ, ഫാദിയ ഇത് പിടിച്ചേ. ഫാദിയ ഇവിടെ നിന്നേ ഫാദിയ. ഏതാ ഡിഗ്രി മോളെ? മെയിൻ കൊണ്ട് പിടിച്ചേ. ഞാൻ നിലവിൽ PG സ്റ്റുഡന്റ്. PG സ്റ്റുഡന്റ് ആണോ? ഏതാ മോളെ മെയിൻ ഏതാണ്? ഇംഗ്ലീഷ്. വെരി ഗുഡ്. അപ്പോൾ എൻ്റെ വിഷയമാണ് കേട്ടോ. ഇംഗ്ലീഷ് PG പഠിക്കുന്ന ഫാദി. ഏത് കോളേജിലാണ് മോള് പഠിക്കുന്നത്? ഓക്കെ മോളെ, നല്ല നെറ്റൊക്കെ എടുത്തിട്ട് നന്നായി പിടിച്ചേ മോളെ. കോൺഫിഡൻ്റ് ആയിട്ട് വരും. യെസ് കൊണ്ട് പിടിച്ചേ. അപ്പോൾ നന്നായി പിടിച്ചിട്ട് കോളേജിൽ പ്രൊഫസർ ആവുക, +2 ടീച്ചർ ആവുക. ഓക്കെ. അപ്പോൾ ഞാനൊരു അധ്യാപകൻ കൂടി ആയതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ സ്റ്റേജ് ഷോയിലും ഐ ഡെലിബറേറ്റ്ലി ടേക്ക് സം ബുക്സ്. എന്തിനാണെന്നറിയാമോ? വായനശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾ അറിയാതെ മാജിക് കാണുമ്പോൾ പുസ്തകത്തെ പരിചയപ്പെടുത്തൽ എൻ്റെ ഒരു ശീലമാണ്. എല്ലാവരും കണ്ടോളൂ, എൻ്റെ കയ്യിൽ 3 പുസ്തകമുണ്ട്. ശ്രദ്ധിച്ച് കാണുക കേട്ടോ. ഇത് ഇവിടെ +2 A+ കിട്ടിയ കുട്ടികൾക്കുള്ള പുസ്തകം. നന്നായിട്ട് വായിക്കണം കേട്ടോ. യു ഹാവ് ടു റീഡ് ബുക്സ്. അതിലൊന്ന് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ടോട്ടോച്ചാൻ. എത്ര പേര് പുസ്തകം വായിച്ചിട്ട് ടോട്ടോച്ചാൻ? ഒന്ന് കൈബന്ധിച്ചേ. കുറവാ കണ്ടോ. അത് ഒരു മോള് വായിച്ചിട്ടുണ്ട് അവിടെ. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ പുസ്തകമാണ് ടോട്ടോച്ചാൻ. ഇനി എനിക്കിഷ്ടപ്പെട്ടൊരു എഴുത്തുകാരനാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ ആരെയും വായിച്ചിട്ടുണ്ടോ? ചിദംബര സ്മരണ. ഇതെൻ്റെ മേശപ്പുറത്തുള്ള പുസ്തകം ഞാൻ എടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് എനിക്കിഷ്ടപ്പെട്ടൊരു ഫിലോസഫറാണ്, ദാർശനികനാണ്, ഓഷോ. മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ. ഫാദിയ ഒന്ന് ചെക്ക് ചെയ്യുക, നോക്കാം കേട്ടോ മോളെ. എല്ലാ പുസ്തകവും നോക്കാം. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. മോള് ചെയ്യേണ്ടത് ഒരുപാടൊന്നും ചിന്തിക്കേണ്ട. ഫ്രീ യുവർ മൈൻഡ്. ഓക്കെ. PG ഇംഗ്ലീഷ് കുടുംബമൊക്കെ വിടണ്ട കേട്ടോ, ഞാൻ തമാശ പറഞ്ഞ. പക്ഷെ ഇപ്പം തൽക്കാലത്തേക്ക് വിട്ടേരും. മോളൊരു കാര്യം ചെയ്തേ, ഇതിൽ നിന്ന് ഏതെങ്കിലും 2 പുസ്തകം മോളെടുത്തേ. ഏതെങ്കിലും 2 പുസ്തകം മതി. വരുത്തിപ്പിടിച്ച് കുട്ടികൾ കാണട്ടെ, പുസ്തകം വായിക്കട്ടെ. ഫാദിയക്ക് ഇഷ്ടപ്പെട്ട 2 പുസ്തകം അവൾ സെലക്ട് ചെയ്തു. ഇത് വേണ്ടല്ലോ, മാറ്റി വെക്കട്ടെ. ഓക്കെ, ഫാദിയ ഇങ്ങനെ വരുത്തിപ്പിടിച്ച് താങ്കളൊന്നും ആലോചിക്കാതെ ഒരു പുസ്തകം എനിക്ക് തരൂ, ഒരു പുസ്തകം താങ്കൾ എടുത്തോ. ആഹാ, ഇത് വേണ്ട, ഇത് മതി താങ്കൾക്ക്. 3 പുസ്തകത്തിൽ നിന്ന് ഫാദിയ സെലക്ട് ചെയ്ത പുസ്തകമാണ് ടോട്ടോച്ചാൻ. ഓക്കെ, യെസ്. ഇനി ഇതുമായിട്ട് ഞാൻ മാജിക് ചെയ്യട്ടെ. ഇത് താങ്കളുടെ സെലക്ഷനാണ്. വൺസ് അഗൈൻ ഐ ഷോ യു. റൈറ്റ്. ഓക്കെ. ഇനി മോള് ചെയ്യേണ്ടത്, ഞാനിങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ മോള് സ്റ്റോപ്പ് വരണം. ഇത് താങ്കളുടെ പുസ്തകമാണ്, താങ്കൾ പറയുന്നിടത്ത് ഞാൻ നിർത്തും. ഓക്കെ. അപ്പം നിർത്തുമ്പോൾ ഞാനെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതൊരു ബുക്ക് മാർക്കാണ്. എന്താ ബുക്ക് മാർക്ക് എന്നറിയാമോ? പുസ്തകം വായിക്കുമ്പോൾ പേജ് മാറിപ്പോകാതിരിക്കാൻ വെക്കുന്ന ബുക്ക് മാർക്ക്. ഓക്കെ. മോൾ എവിടെയെങ്കിലും സ്റ്റോപ്പ് പറഞ്ഞേ. സ്റ്റോപ്പ്. പേജ് മാറ്റണം. ആ പേജ് മതി. മോള് മാറ്റി പറയുന്നതിന് ഞാനിതാ യെസ് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചു. ഇത് താങ്കളുടെ പേജാ. കുറച്ച് സ്പീഡിലാണ് ചെയ്യുന്നത് കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട്. ഇത് താങ്കളുടെ പേജാ. ഇനി താങ്കൾ ചെയ്യേണ്ടത്, ഞാൻ നോക്കുന്നില്ല, താങ്കൾ ചെയ്യേണ്ടത് ആ പേജ് നമ്പർ ഓർമ്മിച്ച് വെക്കണം. കുറച്ച് ടഫാണ് മാജിക്. ഇത് വേഗത്തിൽ ചെയ്യുമ്പോൾ പാളിപ്പോകാൻ സാധ്യതയുണ്ട്. കൂക്കി വിളിക്കരുത്. ഓക്കെ, വെരി ടഫ് മാജിക്. പേജ് നമ്പർ ഓർമ്മിച്ച് വെക്കണം. ആദ്യത്തെ എത്ര വാക്ക്? 2 വാക്ക്. ആദ്യത്തെ 2 വാക്ക് പേജ് നമ്പർ. ഓക്കെ, ഞാൻ നോക്കുന്നില്ല. റൈറ്റ്. ദാ മോൾ നോക്കിക്കേ, പേജ് നമ്പർ നോക്കിക്കേ. എന്നോട് പറയരുത്. പേജ് നമ്പർ നോക്കിക്കേ. ആദ്യത്തെ 2 വാക്ക് നോക്കിക്കേ. ഓർമ്മ ഉണ്ടാവുമോ? പേജ് നമ്പർ ഓർമ്മ ഉണ്ടാവുമോ? ഒന്നൊരു നോക്കിക്കേ. റൈറ്റ്. ഇടത് കൈ നീട്ടിക്കേ. വലത് കൈൻ്റെ മുകളിൽ വെച്ച്. ഓക്കെ, റൈറ്റ്. ഫാദി ഇതിലേക്ക് നോക്കിക്കേ. താങ്കൾ സെലക്ട് ചെയ്തിരിക്കുന്ന പുസ്തകം ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ കണ്ടത്, എനിക്ക് പരിചയമില്ല ഫാദിയനെ. താങ്കൾ സെലക്ട് ചെയ്തിരിക്കുന്ന പേജ് നമ്പർ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ. ഫാദിയ എൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കിയിട്ട് ആ പേജ് നമ്പർ മാത്രം ഒന്ന് ആലോചിച്ചേ. അത് മാത്രം ആലോചിച്ചേ. കൂട്ടിക്ക് വരട്ടെ, നല്ല ഭാവന കൊണ്ടുവാ. ഞാൻ പറയാൻ ശ്രമിക്കട്ടെ. തെറ്റിപ്പോയ കൂക്കി വിളിക്കരുത് കേട്ടോ. യെസ് ഓർണോ പറഞ്ഞാൽ മതി. 3 അക്കമുള്ള പേജാണോ? യെസ്. ഔ, അവർ സെലക്ട് ചെയ്ത പേജ് 3 അക്കമുണ്ട്. താങ്ക് യു വെരി മച്ച്. 3 അക്കൗണ്ട് അല്ലേ? ഭാവനെ കൊണ്ടുവാ. എന്തെല്ലോ കളിക്കുന്ന മുഖത്തുനിന്ന് കേട്ടോ. വേറെ എന്തെല്ലോ എനിക്ക് വരുന്ന എൻ്റെ മനസ്സിലേക്ക് കേട്ടോ. 3 അക്കൗണ്ട് അല്ലേ? ആരംഭിക്കുന്നത് 1-ലാണോ ആരംഭിക്കുന്നത്? അതെ. ആണോ? ആവു, 3 അക്കൗണ്ട് 1-ലാണ് ആരംഭിക്കുന്നത്. താങ്ക് യു. ഇനി ആ പേജ് അവസാനിക്കുന്നത് ഇമാജിനേഷൻ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദൻ ഇൻ്റലിജൻസ്.
ഭാവനയാണ് ബുദ്ധിയേക്കാൾ സൗന്ദര്യമുള്ളത്. അതുകൊണ്ട് ഭാവനയെ കൊണ്ടുപോകാൻ മോളെ. ഐൻസ്റ്റീൻ പറഞ്ഞതാണേ. യെസ് ഓർണോ പറഞ്ഞാൽ മതി, എന്നെ തിരുത്തരുതേ. 1 ആരംഭിക്കുന്നത്, 3 അക്കൗണ്ട്. 7 യെസ് നോ 7 അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ബേജാറും ടെൻഷനും ഈ സ്പീഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. 3 അക്കൗണ്ട് എന്നുള്ള ഉറപ്പല്ലേ? 7 അവസാനിക്കുന്നത്. ഛേ, ശരിക്കും കൊണ്ട് വിട്ടെ. ഇല്ലത് വേറെ മാജിക്ക് ചെയ്യണം. ഇവർ കൂക്കാത്തത് ഭാഗ്യം. ഞാനങ്ങ് പറയാം കേട്ടോ. 128 യെസ് ആണോ? യെസ്. താങ്ക് യു വെരി മച്ച്. അയ്യോ, ഞാൻ സംതൃപ്തനല്ല. ഞാൻ 127 വിചാരിച്ചത്. പക്ഷേ 10-25 കൊല്ലമായിട്ട് മേജിക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പേജ് പോലും തെറ്റിപ്പോകാൻ പാടില്ല. പ്രൊഫഷണൽ മജീഷ്യനാണ്. അതെങ്ങനെയാണ് മോളെ തെറ്റിപ്പോയത് എന്നോട്? ഞാൻ 127 വിചാരിച്ചത്. പോട്ടെ, ലീവ് ഇറ്റ്. എന്നാലും ജയിച്ചല്ലോ, രക്ഷപ്പെട്ടല്ലോ. ആദ്യത്തെ 2 വാക്ക്. ഈ ഫാദിയ ആരോടാണ് മര്യാദകേട് കാണിക്കാറുള്ളത്? വീട്ടിലാണോ കോളേജിലാണോ? വീട്ടിൽ ചിലപ്പോൾ. ഫാദിയ എൻ്റെ ചോദ്യത്തിൽ കുടുങ്ങിപ്പോയല്ലോ. ആരോടാണ് മര്യാദകേട് കാണിക്കുന്നത് പറഞ്ഞപ്പോൾ ഫാദിയ പറഞ്ഞ വീട്ടിൽ. ആരോടാ? ഉമ്മേനോടാണോ ബാപ്പേനോടോ? അത് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാൻ. അങ്ങനെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ. ആരോടെങ്കിലും ദേഷ്യം പിടിക്കുമ്പോൾ ചെയ്യേണ്ട ടെക്നിക്ക് എന്താ അറിയാമോ? അത് ഖലീൽ ജിബ്രാൻ കൊടുത്തൊരു ഉപദേശമാണ്. നിങ്ങളുടെ അച്ഛനെ പറഞ്ഞാൽ നിങ്ങൾ നാളെ ചെയ്യേണ്ടത്, എടാ നാളെ 12 മണിക്ക് ഞാൻ വരും നിൻ്റെ ബാപ്പാനെ പറയാൻ. ഇന്ന് 12 മണിക്കാണ് പറഞ്ഞത്. അന്നേരം അങ്ങ് പോവുക. പക്ഷെ പിറ്റേന്ന് വരുമ്പോഴേക്ക് നിങ്ങൾ ആൾ മാറിയിട്ടുണ്ടാവും. 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾ പഴയ ആളായിരിക്കില്ല. അന്നേരം നിങ്ങൾ കൊല്ലും. പക്ഷെ 24 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അയാളുടെ സങ്കടം തോന്നും. പാവം, എൻ്റെ ബാപ്പേനല്ല പറഞ്ഞ്, കുഴപ്പമില്ല, വിട്ടേര്. ആദ്യത്തെ 2 വാക്ക് പറയട്ടെ ഞാൻ. അവരോട് മര്യാദ കേട് എന്നാണോ? അതെ, അവരോട് മര്യാദ. താങ്ക് യു വെരി മച്ച്. സമാധാനം. 128 പേജ്. അവരോട് മര്യാദ കേട്. പക്ഷെ എൻ്റെ മോളെ, ഐ എം ലീസ്റ്റ് സാറ്റിസ്ഫൈഡ്. ആ പേജ് നോക്കിക്കുക. അങ്ങനെ തെറ്റിപ്പോകാൻ പാടില്ലല്ലോ. ഞാൻ എത്ര കൊല്ലം മാജിക് ചെയ്യുന്നു? 127 ആവാൻ സാധ്യതയുണ്ടല്ലോ മോളെ. നോക്കിക്കേ, സമയമല്ല നമുക്ക്. നമ്പർ ഇതിൽ മിസ്സിംഗ് ആണ്. നോക്കൂ മോള്, നോക്കൂ. 127 പേജ് എടുക്കൂ. മിസ്സിംഗ് ആണ്. ആര് മിസ്സിംഗ് ആണ്? എന്തല്ല ഇത് പേജ് ആരോ പറിച്ചു ഒഴിവാക്കി. ആദ്യം ഇങ്ങോട്ട് വാ. ഇത് ആൾക്കാരൊക്കെ ഇതിപ്പോൾ മര്യാദകേട് കാണിച്ചത് വീട്ടിൽ ദേഷ്യം പിടിക്കുമ്പോൾ ഇതിപ്പോൾ എന്നോടും കാണിച്ചു. നോട്ട് പേജ് കാണിക്കും. ഇത് എപ്പം കയറിയതാണ് മോളെ? വേഗം എടുത്തേ മോളെ, നേരമില്ല. 127 പേജ് എടുത്തേ. അല്ല മോളെ, ഇത് എപ്പം പാൻസിന്റെ ജീൻസിന്റെ കീശയിലുണ്ടോ? ഇപ്പുറത്തെ പേജ് നമ്പർ വായിച്ച. ഇപ്പുറത്തെ പേജ് നമ്പർ 126. ഇപ്പുറത്തതോ? 129. ഇല്ലാത്തത് ഏതാ? 127, 28. പിന്നെ എനിക്ക് തെറ്റിപ്പോകാതിരിക്കും. ഞാൻ രക്ഷപ്പെട്ടത് ഭാഗ്യല്ലേ. കീശയിലൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം. എൻ്റെ മകൻ പകുതി വായിച്ച പുസ്തകമായിരുന്നു. 185 പുസ്തകത്തിൻ്റെ വില. ഇപ്പം തന്നെ സംഘാടകരോട് മേടിച്ചാൽ കിട്ടും. പിന്നെ തരൂല. നിങ്ങളെ മുന്നാകുമ്പോൾ തരും. അക്ബർ ബായ് ഒന്ന് വേഗം പൈസ എടുത്തങ്ങ് പോരി. വേഗം ഇതാ കീറിയ ഇതിൻ്റെ നഷ്ടപരിഹാരം വേഗം എടുത്തോളൂ. ഓടി വരും. സമയമില്ല. ഇങ്ങനെ പിടിച്ച ആളുകൾ കാണട്ടെ കയറിയത്. ഫാദിയ ചെയ്ത മര്യാദ കേട്. ഇങ്ങോട്ടേ സാർ, എൻ്റെ പേപ്പർ കയറി സാർ ഇവള്. അപ്പോൾ ഇതിന് വിലയുണ്ട്. 100-200 വിലയുണ്ട്. എൻ്റെ മോൻ പാതി വായിച്ച പുസ്തകമാണ്. അപ്പോൾ ഇതിൻ്റെ കീശയിൽ പേഴ്സ് ഉണ്ടോ? പേഴ്സില്ല. ഇപ്പം അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് ആരൊന്നും സഹായിക്കണ്ടല്ലോ. എന്തെങ്കിലും 10 രൂപയ്ക്ക് ചോദിക്കുമ്പോൾ നാളെ ഗൂഗിൾ പേ ഉണ്ടെന്നും അക്കൗണ്ട് നമ്പർ കൂടി ഉണ്ടാവില്ല. ഈ കീശയിൽ എന്താ ഉണ്ടോ നോക്കിക്കേ. പ്രേമലേഖനോ പ്രണയലേഖനോ. ഭാര്യ ഇവിടെ ഉണ്ടോ? താങ്കളുടെ ഭാര്യ ഇവിടെ ഉണ്ട്. എന്നാൽ ഞാനൊന്ന് ശരീരം പരിശോധിക്കണം. ഇവിടെ എന്താ ഇല്ല. ഇപ്പം പ്രേമലേഖനൊന്നും ഇല്ലല്ലോ, വാട്സപ്പിലാണല്ലോ. ഹായ് ഹോയ്. ഇതിലെന്തേണ്ടോ നോക്കിക്കേ. ഇവിടെ എന്തേണ്ടോ നോക്കിക്കേ. ഫോണാണ്. ബാക്കിലത്തെ ഈ പോക്കറ്റില്ല. അപ്പുറത്തെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കേ. താങ്കൾ നേരത്തെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനൊരു മേജ് കൊപ്പിച്ചിരുന്നു. നോക്കിക്കേ. ഒന്ന് ഉയർത്തി കാണിച്ചു സാർ. ഇത് പ്രേമലേഖനം തന്നെയാണല്ലോ. ഒന്ന് തുറന്നേ. അതിങ്ങനെ തുറന്നു പിടിച്ചേ. മെല്ലെ തുറന്നെടുത്ത് സാർ. ഒന്ന് ഉയർത്തി കാണിച്ചേ സാർ. കാണിച്ചേ. പേജ് നമ്പർ നോക്കിക്കേ. 128. അപ്പുറത്ത് 127. ആദ്യത്തെ 2 വാക്ക്. 128 ആദ്യത്തെ 2 വാക്ക്. അവരോട് മര്യാദ. ഇതിപ്പോ ആരാ മര്യാദകേട് കാണിച്ച്? ഇയാളാണോ? നമ്മള് ഫാദിയാണോ? എന്തായാലും ആരോ മര്യാദകേട് കാണിച്ചിട്ടുണ്ട്. മൈ പേപ്പർ ഈസ് ടോൺ ആൻഡ് താങ്ക് യു വെരി മച്ച്. പോകുമ്പോൾ 200 രൂപ അധികം തരണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫാദിയ. താങ്ക് യു ഫാദിയ. Yes, you have a question.
What work? Where is the bookmark? Where is the book? You are asking about the magic, Magic has its secrets, That's okay. Thank you very much. Thank you. ഇന്നൊരു കാര്യം ചെയ്യാം. എന്നാ ഫാദിയനെ വെച്ചൊരു മാജിക്. ഫാദിയനെ വിടുന്നില്ല. ഫാദിയ ഒന്ന് അങ്ങോട്ട് നോക്കിയെന്ന്. ഫാദിയ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടിയാണല്ലോ. PG പഠിക്കുന്ന കുട്ടി. എന്താ പറയുക, മലയാളത്തിൻ്റെ പുസ്തകം വേണ്ട, ഇംഗ്ലീഷ് പുസ്തകമാവാം. ഓക്കെ, ഐ ഷോ യു. ഇതേ നമ്മളെ പുസ്തകം ഷെർലക് ഹോംസ് വായിച്ചിട്ടുണ്ടോ? ഇല്ല. വൺ ഓഫ് ദ മോസ്റ്റ് വൈഡഡ് ബുക്സ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകം. എത്ര പേജ് ഉണ്ട് നോക്കിക്കേ മോളെ, എത്ര പേജ് ഉണ്ട്? 200 പേജ്. നോക്കണേ, നിങ്ങൾക്കും കാണാം. 200 പേജുള്ള പുസ്തകമാണ്. ഇതിൽ ഏകദേശം ഗൂഗിൾ പറയുന്നത് 1,86,862 വാക്കുണ്ട് അക്കോർഡിംഗ് ടു ഗൂഗിൾ. എനിക്കറിയില്ലേ, ഞാൻ എഴുതിയിട്ടില്ല. പക്ഷെ ഫാദിയെ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഇതിൽ ഏത് ബുക്കിലെ ഏത് പേജിലെ ഏത് വാക്ക് എനിക്ക് ബൈഹാർട്ടാ? വിശ്വസിക്കോ? ഇല്ല. നല്ല കൈയടി കൊടുത്തേ ഫാദിയക്ക്, നല്ല കൈയടി. ഇതാ, ഈ ഫാദിയെ പറഞ്ഞതാ കറക്റ്റ്. മാർക്ക് മാത്രമല്ല ഈ മോളെ ശക്തി. കണ്ടോ, ഞാൻ ഒരു തള്ളി ഇതിൽ ഏത് പേജിൽ ഏത് വാക്ക് എനിക്ക് ബൈഹാർട്ട് എന്ന് പറയുമ്പോൾ ഫാദിയെ പറഞ്ഞെന്തറിയാമോ? സമ്മതിക്കൂല, ബൈഹാർട്ടല്ല. അങ്ങനെയായിരിക്കണം മോളെ കേട്ടോ. പകരം നീ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി, തെളിയിച്ച് കാണിക്കുന്നല്ലേ അല്ലേ? പക്ഷെ ഞാനിത് ബൈഹാർട്ടാണ്. മോളൊരു കാര്യം ചെയ്തേ, ഈ പുസ്തകം പിടിച്ചേ. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. മോൾ ഇങ്ങോട്ട് വാ, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം. ഓക്കെ, യെസ്, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത്. എന്തിനാണ് ഇറങ്ങി നിൽക്കുന്നത്? നമ്മൾ പരസ്പരം നോക്കാതില്ല ആളുകൾ കാണിക്കും. യെസ്, ഓക്കെ, പേജ് അങ്ങനെ തുറക്കരുത്, ഞാൻ പറയുന്ന ആ സമയത്ത് മാത്രം കേട്ടോ. യെസ്, അങ്ങോട്ട് തിരിഞ്ഞു നിന്നേ മോളെ, അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു നിന്നേ. യെസ്, കുറച്ചുകൂടി ഇങ്ങോട്ട് നിന്നേ. ഫാദിയ, ബുക്ക് അടച്ചു വെച്ചേ. ടഫ് മാജിക്കാണ് ഫാദിയ. നോക്കൂ, നടക്കൂന്നറിയില്ല, കൂക്കി വിളിക്കരുത്. അത്രയും ബൈഹാർട്ടാണ്. മോൾ ഏതെങ്കിലും ഒരു പേജ് തുറന്നേ. പേജ് തുറന്നോ? മോൾ താഴ്ത്തി പിടിച്ചോ, ഞാൻ നോക്കൂല. പേജ് തുറന്നു. എത്രാമത്തെ പേജാ മോളെ? അപ്പോൾ എന്നോട് നല്ല എനിക്ക് അല്ലാണ്ട് അങ്ങനെയൊക്കെയല്ലേ ബൈഹാർട്ടാക്കാൻ പറ്റൂ. എത്രാമത്തെ പേജാ? 73. ആഹാ, 73ാമത്തെ പേജിലെ ഫാദിയ ആദ്യത്തെ വാക്ക് വേണോ അവസാനത്തെ വാക്ക് വേണോ? അമ്മോ, അവസാനത്തെ വാക്ക് 73ാമത്തെ പേജിലല്ലേ? മോൾ അത് മാത്രം ഒന്ന് മനസ്സ് സങ്കല്പിച്ചേ. അടച്ചു വെച്ചേ, നോക്ക്, എന്നെ കാണിക്കണ്ട, അടച്ചു വെച്ചോ. ഞാൻ നോക്കൂല, എൻ്റെ വിശ്വാസമാണ് വലുത്. ഞാൻ പറയട്ടെ, 73ാമത്തെ പേജിൽ അവസാനത്തെ വാക്ക്. വെരി ടഫ് മാജിക്. നടക്കുമെന്നറിയില്ല, വളരെ ടഫാണ് ഈ മാജിക്. 73ാമത്തെ പേജാണോ? ഞാൻ പറയട്ടെ മോളെ, എ എന്നുള്ള വാക്കിലാണോ അക്ഷരത്തിലാണോ ആരംഭിക്കുന്നത്? ആഹാ, വെരി ഗുഡ്, ഭാഗ്യം. ഇ എന്നുള്ള വാക്ക് അക്ഷരത്തിലാണോ അത് അവസാനിക്കുന്നത്? അതെ. ഫാദിയ, നിങ്ങോട്ട് നോക്കിക്കേ, വളരെ ടഫാണ് മോളെ. AFFAIRE ആണോ? താങ്ക് യു വെരി മച്ച്. നല്ല കൈയ്യടി തന്നെ. എന്തെന്നാണിത്? ആണോ മോളെ? ഇവരെന്തിനാ ചിരിക്കുന്നതെന്നറിയാമോ? ഇവർക്കൊരു സംശയം ഫാദിയ. ഈ ശ്രീജിത്ത് മാഷ് എല്ലാ പേജിൻ്റെ അവസാനത്തെ വാക്ക് ബൈഹാർട്ടാക്കിയിരിക്കുന്ന ഒരു സംശയം. ഫാദിയ, ഒരു ഭരണഘടന പ്രകാരം ഒരിക്കൽ കൂടി തിരിഞ്ഞു നിന്നിട്ട് വേറെ പേജ് എടുക്കുമോ? വേഗം വേറെ പേജ് വേഗം പറഞ്ഞേ. ടഫാണേ മോളെ, വളരെ ടഫാണ്. വേറെ പേജ്. എത്ര? 14. എൻ്റെ അമ്മോ, 145ആണോ? ആ, ആദ്യത്തെ വാക്ക് വേണോ അവസാനത്തെ വാക്ക് വേണോ? ആദ്യത്തെ വാക്ക്. അയ്യടാ, ബുദ്ധിയുണ്ട് കേട്ടോ ഫാദിയയ്ക്ക്, ഭയങ്കര PG എടുത്താൽ പോരാ. ആദ്യത്തെ വാക്കാണോ? ഞാൻ പറയട്ടെ മോൾ, അത് മാത്രം ആലോചിച്ച് നിന്നേ. ഹിസ്റ്ററിയുടെ Hലാണോ ആരംഭിക്കുന്നത്? ആണോ? സയൻസിന്റെ Sലാണോ അവസാനിക്കുന്നത്? മോളൊന്ന് കണ്ണിലേക്ക് നോക്കിക്കേ. ഷെർലക് ഹോംസിലെ ഹോംസ് ആണോ? താങ്ക് യു വെരി മച്ച്. എന്ന് ശക്തി പിടിക്കടോ. ഇപ്പം വിശ്വാസമായോ? സത്യം പറയാം, അത് ഫാദിയയോട് മാത്രം സ്വകാര്യം പറയാം, നിങ്ങൾ കേൾക്കണ്ട കേട്ടോ. എൻ്റെ ഫാദിയ നല്ല ഓർമ്മശക്തിയുള്ള ആളാണ്. IASന്റെ പോസ്റ്റ് കിട്ടി വേണ്ടെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. സത്യം. ഇവിടെ 2 ലക്ഷത്തി ഇത്ര എനിക്ക് +2 മാഷായാൽ മതി എന്ന് പറഞ്ഞാണ്. പക്ഷെ ഇവരെന്തിനാ ചിരിക്കുന്നതെന്ന് അറിയാമോ? എക്സ്ക്യൂസ് മീ, ഇവർ ചിരിക്കുന്നതെന്തിനാണെന്ന് അറിയാമോ? ശ്രീജിത്ത് മാഷ് എല്ലാ പേജിൻ്റെ ആദ്യത്തെ വാക്ക് അവസാനത്തെ വാക്കും ബൈഹാർട്ടാക്കി. ഇന്ന് ഇവരെ നമുക്ക് പറ്റിക്കണം. ഏതാ അറിയാമോ? താങ്കൾ പറയുന്ന പേജ്, പറയുന്ന പാരഗ്രാഫ്, വരികൾ ഇങ്ങനെ പറയും ഞാൻ. നോക്കാം, ഭരണഘടനാ പ്രകാരം ടഫാണേ മോളെ, ടഫാണ്, വളരെ ടഫാണ്. പേജ് നമ്പർ പറ. 29. അയ്യോ, എത്രാമത്തെ പാരഗ്രാഫ് വേണം 29-ൽ? 3rd one. മോള് വായിച്ചോ, ഉറക്കനെ വായിച്ചേ. What is really a very interesting study, Mr. Winbank. Holmes confined. ആണോ സർ? ഓക്കെ, 2 പേര്. അതാണ് ഞാൻ വായിച്ച പറ്റിയത്. ശരിയാണ്, ഏകദേശം ലാസ്റ്റിൻ്റെ വാക്ക് മാത്രമല്ല തെറ്റായി, എൻ്റെ ഓർമ്മ വിട്ടുപോയതാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്താ പേരാരും കൈയടിക്കാത്തത്? താങ്ക് യു വെരി മച്ച്. താങ്ക് യു മോളെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
താങ്ക് യു വെരി മച്ച്. നേരത്തെ ഫാദിയ ഭയങ്കര ബുദ്ധിശക്തി ഉപയോഗിച്ച് എൻ്റെ കാർഡിനെ പറ്റിയൊക്കെ ചോദിച്ചു. എവിടെ ഞാൻ ഇവിടെ നിപ്പിച്ചത്? എൻ്റെ ഫാദിയ, എനിക്ക് ഇത്ര ഓർമ്മശക്തി ഉണ്ട്. ഞാൻ ആരാ? ഞാൻ ചെയ്തെന്താണെന്നറിയാവോ? ഭരണഘടനാ പ്രകാരം തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞതിനറിയോ? മോൾ ഇങ്ങനെ നോക്കുന്നതിനാ. എനിക്കറിയാലോ, മോൾ വിട്ടാൽ എനിക്കറിയാലോ. ഞാൻ ചെയ്തെന്താ അറിയോ മോളെ? മോൾ 125-ാമത്തെ പേജ് പറയുമ്പോൾ ഞാൻ ഏത് പേജ് തുറക്കും? 124. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ അമേരിക്കയിൽ അംബാസഡർ ആയിക്കുണ്ടാവില്ലേ? ഇപ്പോൾ ഞാൻ ആരായിരിക്കും ഇത്ര ഓർമ്മശക്തി ഉണ്ടെങ്കിൽ? കൂടെ വന്നാരാ? ഉമ്മേനെ വിശ്വസിക്കേണ്ട. എന്നാൽ ഉമ്മ വിളിച്ചു പറയണ്ടേ, ഇതാ മോളെ പറ്റിക്കാണ്. ഉമ്മയെ നിന്നെ പറ്റിച്ചു. ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തോ? ഇൻസൾട്ടായി ഇല്ല. തമാശക്കാണ് മോളെ കേട്ടോ. അപ്പോൾ മോള് ലാസ്റ്റ് പറഞ്ഞ പേജ് നമ്പർ എത്രയായിരുന്നു? 20. നോക്കി 20 എന്താ ഫാദിയ? ഇറ്റ്സ് എ ബ്ലാങ്ക്. All pages are blank. All pages are blank. Thank you very much. Thank you. എൻ്റെ ഫാദിയ, ഇപ്പൊ ഫാദിയക്ക് ഇഷ്ടപ്പെട്ടത് എന്നെ മാത്രമല്ല പറ്റിച്ച്, നിങ്ങളെയൊക്കെ പറ്റിച്ചു. ഇനി വീട്ടിൽ പോയിട്ട് ഉറങ്ങാണ്ടിരിക്കണ്ട. ഈ പേജിലുള്ള വേറെ പേജ് ഉണ്ടോ നോക്കിക്കേ. ഇതാ വേറെ പേജ് ഉണ്ടോ? പിടിച്ചോക്ക് ഉണ്ടോ? നോ അതർ പേജസ് ഇൻസൈഡ് ദിസ് ബുക്ക്. താങ്ക് യു വെരി മച്ച്. പക്ഷെ ചില വിദ്വാൻമാർക്ക് എൻ്റെ ചില ഷോ കഴിഞ്ഞ ആളുകൾ വിളിക്കും, ശ്രീജി സാർ നിങ്ങൾ ഇന്നലെ മുക്കത്തിൽ ഷോ ചെയ്യാൻ വന്നത്, അതെ നിങ്ങളുടെ കോട്ടിൻ്റെ ഉള്ളിൽ വേറൊരു ബുക്കുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇങ്ങോട്ട് തന്നെ ഇതാ. ഇനിയിപ്പോൾ ആ സംശയം കൊണ്ട് നടക്കണ്ട. ഇനി വീട്ടിൽ പോയിട്ട് അതോ ആലോചിച്ചിരിക്കണ്ട. നോക്കിക്കേ. നോ അതർ book in my court. Thank you very much. Thank you Father. Thank you. മോൾ എത്രയല്ല പഠിക്കുന്നത്? ലാബ് ടെക്നീഷ്യനോ? വെരി ഗുഡ്. ഓക്കെ. മോളെ പേരെന്താ? അനന്യ. ഞങ്ങൾ ഒരുമിച്ചൊരു ഡാൻസ് കളിക്കാൻ പോകും. അതോടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അടിപൊളി ഡാൻസ്, മാജിക് അല്ലേ ഇത്? നിങ്ങളുടെ അവാർഡ് സെലിബ്രേഷൻ ആയതുകൊണ്ട് വി ആർ ഡാൻസിങ് ടുഗെദർ. ഞാനാണ് കോറിയോഗ്രാഫർ, മോൾ ഡാൻസ് കളിക്കും കേട്ടോ. ഓക്കെ, അടിച്ചു വിളിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രോപ്സ് കൊണ്ടുവന്നിട്ടുണ്ട് മോളെ. ആ പ്രോപ്സ് ഡാൻസ് മാത്രമല്ല, ഒരു കോൺസെൻട്രേഷൻ ടെക്നിക് കൂടിയാണ്. ഞാൻ എൻ്റെ +2 ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ വേണ്ടി ചെയ്യുന്നൊരു മാജിക്കാണ്. മാജിക്കല്ല, ഡാൻസാണ് കേട്ടോ. 2 ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ട്. സുഹൃത്ത് കൈ ഇങ്ങനെ നീട്ടിക്കും. ഇങ്ങനെ നീട്ടിക്കും. കോൺസെൻട്രേഷൻ നോക്കണ്ടിട്ട്. അപ്പോൾ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇങ്ങനെ പിടിച്ച് മറയരുതേ. ഡാൻസും കളിക്കണം, ഇത് മറയാനും പാടില്ല. ഓക്കെ, പിടിച്ച് നേരെ പിടിക്കണം മോളെ. ഇനി ഇതൊക്കെ ഇവിടുത്തെ വെള്ളമാണ്, ഇതൊന്നും മേജിക്കാരൻ കൊണ്ടുവന്നല്ല. ശരിക്കും ശ്രദ്ധിച്ചേ. ഒഴിക്കുന്നുണ്ടോ നോക്കിക്കോളൂ കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഒഴിക്കുന്നുണ്ടോ മോളെ? ഉണ്ടോ? ആഹാ, 2 ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. വി ആർ പ്രിപ്പയറിംഗ് ഫോർ ഡാൻസ്, നോട്ട് ഫോർ മാജിക്. യെസ് പോരെ. 2 ഗ്ലാസ്സിൽ ഒഴിച്ചില്ലേ മോളെ? ഓക്കെ. ഈ ക്ലാസ്സിലെ വെള്ളം മോൾ ഇങ്ങനെ പിടിച്ച്, വലുത് കൈ പിടിച്ച് മറയരുതേ. കൈ ഇവിടെ വെക്കണേ. ഡാൻസ് കളിക്കുമ്പോൾ ഈ വെള്ളം മറിഞ്ഞാൽ പോയി. അടിപൊളി ഡാൻസ് കളിക്കണം, വെള്ളം സൂക്ഷിക്കും വേണം. ദാറ്റ് ഇസ് എ ഗെയിം. കോൺസെൻട്രേഷൻ. നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ ഉണ്ട്. ഐ മീൻസ് ജോലിയിൽ ഗംഭീരമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. ഓക്കെ.
കാര്യം ചെയ്തേ, മാജിക് കണ്ടോ? വെള്ളപ്രതീക്ഷയായി മോളിന്ന് രാവിലെ കുളിച്ചായിരിക്കുമല്ലോ. തോർത്തുമുണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഈ മൂർധാവിലേക്ക് മെല്ലനെ മെല്ലനെ ഒഴിക്കാവേ. ഒരുമിച്ച് ഒഴിച്ചാൽ ഒന്നായിട്ട് മേക്കപ്പ് പോവും. മേക്കപ്പ് ഇട്ടിട്ടില്ല, ജെനീൻ ബ്യൂട്ടിയെ കേട്ടോ. ലിപ്സ്റ്റിക് ഒന്നുമില്ല. മെല്ലനെ ഈ മൂർധാവിലേക്ക് ഒഴിച്ചാൽ മെല്ലനെ മെല്ലനെ. ഞാൻ തൊട്ടിട്ടില്ല. മെല്ലനെ ഒരുമിച്ച് ഒഴിക്കരുത് ലിപ്സ്റ്റിക്. വിട്ടോ മടിക്കണ്ട, വിട്ടോ സാർ, വിട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. വെള്ളം എവിടെ പോയി? സോ ദിസ് ഈസ് മാജിക് ആൻഡ് ദിസ് ഈസ് ഡാൻസ് ടു. താങ്ക് യു വെരി മച്ച് മോൾ. താങ്ക് യു. ഒരുപാട് മാജിക് ബാക്കിയുണ്ട്. നിങ്ങളുടെ സമയത്തെ മാനിച്ചുകൊണ്ട് മാത്രം ഇവിടെ നിർത്തുന്നു. അടുത്തൊരവസരത്തിൽ നമുക്ക് വലിയ ഷോ ആയിട്ട് വരാം. നിങ്ങളോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. നേരത്തെ പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ മാർക്ക് വാങ്ങണം, പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിൽ തോറ്റുപോകാത്ത മക്കളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്.